ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്, പേഴ്സണൽ സെല്ലിംഗ് സ്കിൽസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് സെയിൽസ്മാൻ സെയിൽസ് നടത്തുന്നതാണ്. ഒന്നുകൂടെ നമ്മൾ പറയുവാണെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിന്റെ ആയിരിക്കാം, പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആണ് കേട്ടോ. പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. അവർ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല, ബട്ട് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് ദേ വിൽ ബി അവർ കസ്റ്റമർ ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ അടുത്ത് ചെന്നിട്ട് നേരിട്ട് ചെന്ന് ദേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സർവീസ്, ഇതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓറലി പ്രസന്റ് ചെയ്യാണ്. ഫേസ് ടു ഫേസ് പ്രസന്റേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അങ്ങനെ നടത്തുന്ന ഒരു പ്രസന്റേഷൻ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു സെല്ലിങ്ങിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം സെയിൽസ് ആണ്. പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ അടുത്താണ് പറയുന്നത്, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇത് പ്രൊമോഷൻ മിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് പേഴ്സണൽ സെല്ലിങ്ങിനാണ് ഒരു പ്രൊഡക്റ്റിനെ ആൾക്കാരുടെ അടുത്തേക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ ഒന്ന് രണ്ട് ഡെഫിനിഷനൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ഫിലിപ്പ് കോട്ട്ലറുടെ ഒരു ഡെഫിനിഷൻ ഞാൻ വായിക്കാം. Personal selling is a face-to-face interaction with one or more prospective purchaser for the purpose of making presentations, answering questions and procuring orders. നമ്മൾ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്തുന്നതിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പേഴ്സണൽ സെല്ലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് രണ്ട് മൂന്ന് തരമായിട്ട് ഇവിടെ തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തത് ബിസിനസ് മാന്, അതായത് നമ്മുടെ കമ്പനിയുടെ ഓണറിന് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം. അപ്പൊ അവര് ഓൾറെഡി സെയിൽസ്മാനെ നിയോഗിച്ച് ആ സെയിൽസ്മാനെ കൊണ്ട് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ പോയിന്റ് ഇഫക്റ്റീവ് പ്രൊമോഷണൽ ടൂൾ എന്നാണ്. വിച്ച് മീൻസ് ദാറ്റ് പേഴ്സണൽ സെല്ലിങ്ങിനെ ഒരു പ്രൊമോഷണൽ ടൂൾ ആയിട്ടാണ് ബിസിനസ്മാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ടൂളായിട്ട് കാണാൻ കാരണം? ഇവിടെ സെയിൽസ്മാൻ നേരിട്ട് പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിന്റെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ചുള്ള ക്വാളിറ്റി, ആ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ ഡയറക്റ്റ്ലി പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു വലിയൊരു പ്രൊമോഷണൽ ഇമ്പാക്റ്റ് ആണ് ആ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫ്ലെക്സിബിൾ ടൂൾ. ഫ്ലെക്സിബിൾ ടൂൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ പ്രൊമോഷൻ ടൂൾസ് ആയ അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, ഇതിനേക്കാളൊക്കെ ഒരുപാട് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. നമ്മളിപ്പോൾ വലിയൊരു പരസ്യ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ അത് മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷേ പേഴ്സണൽ സെല്ലിംഗ് ആണെങ്കിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. കാരണം എന്താ, നമ്മൾ അതിന് ഒരുപാട് എക്സ്പെൻസിൽ നമ്മൾ പറയാണ്, ഓറൽ പ്രസന്റേഷൻ ആണ്, നമുക്ക് അത് മാറ്റി പറയാനായിട്ട് ഈസിലി സാധിക്കും. തേർഡ് വൺ ഇസ് മിനിമൈസ് വേസ്റ്റേജ് ഓഫ് എഫേർട്സ്. നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ബിസിനസ്മാൻ സെയിൽസ്മാനെ ഓരോ കസ്റ്റമറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെലവും കുറവാണ്, അതേസമയം അവർക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല, സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അങ്ങനെയുള്ള വേസ്റ്റേജസ് ഒക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ കൺസ്യൂമർ അറ്റൻഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആ പരസ്യം കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പേഴ്സണൽ സെല്ലിംഗ് ആകുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഉണ്ട്, അവരിത് കേട്ടുകൊണ്ടിരിക്കും എന്തായാലും. അപ്പൊ അവരുടെ കസ്റ്റമറുടെ ഫുൾ അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. നമുക്കൊരു പരസ്യം ചെയ്തുകൊണ്ടോ ഒരു സെയിൽസ് പ്രൊമോഷൻ നടത്തിയോണ്ടോ ഒന്നും പേഴ്സണൽ സെല്ലിങ്ങിൽ കസ്റ്റമറുമായിട്ട് കിട്ടുന്ന റിലേഷൻഷിപ്പ് പോലെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പേഴ്സണൽ സെല്ലിങ്ങിൽ നമുക്ക് കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എവിടെ പറ്റില്ല? ഒരു അഡ്വർടൈസ്മെന്റ്, നമ്മളൊരു പരസ്യം നടത്തിയതുകൊണ്ട് നമുക്ക് കസ്റ്റമറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവോ? നെവർ. ഒരു സെയിൽസ് പ്രൊമോഷൻ നടത്തിയോണ്ട് ഉണ്ടാവോ? നോ. ബട്ട് പേഴ്സണൽ സെല്ലിംഗ് ക്യാൻ ഡു ദാറ്റ് മാജിക്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ റാപ്പോർട്ട്. ഇതിൽ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സണ് അവരുടെ ആ ഒരു എഫേർട്സ് കൊണ്ട് ഒരു നല്ലൊരു ട്രസ്റ്റ് കസ്റ്റമറുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഒരു പേഴ്സണൽ ഒരു കണക്ഷനിലേക്ക് എത്തും, വിച്ച് ക്യാൻ ബിൽഡ് എ സെയിൽസ്. നെക്സ്റ്റ് വൺ ഇസ് റോൾ ഇൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഒരു
കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഇതുപോലെ പേഴ്സണൽ സെല്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുക. അപ്പോൾ ഒരു വലിയ പരസ്യത്തിനേക്കാളും അതല്ലെങ്കിൽ ഒരുപാട് ബിൽ ബോർഡ്സ് സ്ഥാപിക്കുന്നതിനേക്കാളും ഒക്കെ ഈ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലേ എന്ന് അവരിലേക്ക് എത്തിക്കാനായിട്ട് പേഴ്സണൽ സെല്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ലിങ്ക് വിത്ത് കസ്റ്റമേഴ്സ്. ബാക്കിയുള്ള പ്രൊമോഷൻ മിക്സിനെ അപേക്ഷിച്ച് കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. ബിക്കോസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓറൽ പ്രസന്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതേസമയം നമ്മൾ അഡ്വർടൈസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പരസ്യം കൊടുത്തു, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, അതും കസ്റ്റമറുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അവരത് കാണുന്നുണ്ടാവാം, കാണാതിരിക്കാം, വാങ്ങുന്നുണ്ടാവാം, വാങ്ങാതിരിക്കാം. പക്ഷേ കസ്റ്റമറായിട്ട് ഒരു ഡയറക്റ്റ് ലിങ്ക് അവിടെ ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ഹിയർ ഇൻ പേഴ്സണൽ സെല്ലിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഈ പേഴ്സണൽ സെല്ലിംഗ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അറിയാത്തൊരു കാര്യം ഈ സെയിൽസ്മാൻ നമുക്ക് പറഞ്ഞു തരും. ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ പരിഹരിക്കാം കേട്ടോ എന്ന് അവർ പറഞ്ഞു തരും. സോ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് നീഡ്സ്. എന്താണ് നമ്മളുടെ ആവശ്യം, എന്താണ് നമ്മളുടെ വോൺസ് എന്ന് കസ്റ്റമർക്ക് തന്നെ, അതായത് നമുക്ക് തന്നെ മനസ്സിലാക്കി തരാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു സെയിൽസ്മാന് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഇന്ന് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണം എന്നില്ല, ബിക്കോസ് വി ആർ നോട്ട് ദാറ്റ് മച്ച് റിലേറ്റഡ് ടു ദാറ്റ് മാർക്കറ്റ്. പക്ഷേ സെയിൽസ്മാൻ എങ്ങനെയാണ്? ഈ മാർക്കറ്റിലാണ് അവരുടെ, മാർക്കറ്റ് ഇസ് ദ പ്ലേ ഗ്രൗണ്ട് ഓഫ് ഹൂം? സെയിൽസ്മാൻ. അപ്പോൾ അവർക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവർ നമുക്ക് ഇൻഫോർമേഷൻ തരും. ദേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ നടക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെൽ വർത്ത് ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിൽസ്മാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും. Next one is expert advice. Salesman will be expert in that particular area. Okay. അവർ വിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർവീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ഒരു സെയിൽസ്മാനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് കുറെ ഫണ്ട് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ട് ഇടണം, ഏത് FDയിൽ ഇടണം, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ ഇടണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും. അവർ അതിൽ എക്സ്പേർട്ട് ആണ്. അപ്പോൾ നമുക്കൊരു എക്സ്പേർട്ട് അഡ്വൈസ് അവിടെ കിട്ടും. ദെൻ ഇൻഡ്യൂസസ് കസ്റ്റമേഴ്സ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട്, നമ്മുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്ത് നല്ല പ്രൊഡക്റ്റ് വാങ്ങാൻ, അല്ലെങ്കിൽ നല്ല സർവീസസ് വാങ്ങാനായിട്ട് സെയിൽസ്മാൻ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So these are the 4 points, actually 5 points are there. 5 points of importance of personal selling to customers. Then moving to the next point, it is importance of personal selling to society. സൊസൈറ്റീനെ സംബന്ധിച്ച് എന്താണ് ഗുണം എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഇക്കണോമിക് പ്രോഗ്രസ് ആണ്. ആൻഡ് കമ്മിങ് ടു അവർ പോയിന്റ്സ്, കൺവേർട്സ് ലേറ്റസ്റ്റ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിനെ കൺവേർട്ട് ചെയ്യുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം ഫുൾഫിൽ ചെയ്യാനായിട്ട്, ആ സൊസൈറ്റിയുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് എക്കണോമിക് ഗ്രോത്തും, അതല്ലെങ്കിൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ പേഴ്സണൽ സെല്ലിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, സൊസൈറ്റിയുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ആ ആവശ്യത്തിനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാൻ ആർക്ക് സാധിക്കും? സെയിൽസ്മാന് സാധിക്കും, പേഴ്സണൽ സെല്ലിംഗ് ത്രൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് പുതിയ സെയിൽസ്മാൻമാരെ ആവശ്യം ഉണ്ടാവും ഈ പേഴ്സണൽ സെല്ലിംഗ് ഒരുപാട് കൂടുകയാണെങ്കിൽ. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റിയിലും ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും നല്ലൊരു കരിയർ ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മൊബിലിറ്റി ഓഫ് സെയിൽസ് പേഴ്സൺ. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെയിൽസ് പേഴ്സൺ ഒരുപാട് പേരെ നിയമിക്കുമ്പോൾ എല്ലാ ഏരിയയിലും സെയിൽസ് പേഴ്സണെ കിട്ടും. അല്ലാണ്ട് കുറേ ഒരു ഡിസ്ട്രിക്റ്റിക്ക് വേണ്ടി ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എല്ലായിടത്തേക്കും എത്താൻ പറ്റുമോ? നോ. സോ കസ്റ്റമറിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ സംബന്ധിച്ച് സെയിൽസ് പേഴ്സൺസ് വിൽ ബി അവൈലബിൾ ഇൻ എവറി ഏരിയ. അതാണ് മൊബിലിറ്റി ഓഫ് സെയിൽസ് പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ. കസ്റ്റമർ ഇങ്ങനെ ഡയറക്റ്റ് പറയുകയാണ്, ദേ ഈ പ്രൊഡക്റ്റ് ഈ ഫീച്ചർ നന്നായിട്ടില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അത് സെയിൽസ്മാൻ ബിസിനസ്മാനോട് അല്ലെങ്കിൽ ഓണറിനോട് പറയും, ദേ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കുമ്പോൾ പ്രൊഡക്റ്റിന് എന്തുണ്ടാവും? കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും. ഈ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ നടക്കുമ്പോൾ എല്ലാ കമ്പനികളും നന്നായിട്ട് യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങും. ഓവറോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ സെല്ലിംഗ് സ്കിൽസ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരാൾക്കാർക്ക് ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന്റെ അടുത്ത് പോയിട്ട് വിൽക്കാനായിട്ട് കുറച്ച് സ്കിൽസ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ലിസണിങ് സ്കില്ല് വേണം, പെർസ്വാസീവ് സ്കില്ല് വേണം, കൊളാബറേഷൻ സ്കില്ല് വേണം, മോട്ടിവേറ്റിംഗ് സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, നെഗോസിയേഷൻ സ്കിൽ, ഇങ്ങനെ ഒരുപാട് സ്കിൽസ് ആവശ്യമായിട്ടുണ്ട്. ഈ സ്കിൽസ് ഒക്കെ നമ്മൾ ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ്, എന്തിനാണ് പേഴ്സണൽ സെല്ലിംഗ് സ്കിൽസ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള. ഫസ്റ്റ് വൺ, ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്ക് ഈ പറയുന്ന സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിലേ കസ്റ്റമറിന്റെ അടുത്ത് ഒരു ട്രസ്റ്റും ഒരു നല്ലൊരു റിലേഷൻഷിപ്പും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് വൺ, അലോസ് കസ്റ്റമൈസേഷൻ. കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ മോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. എനേബിൾ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. കസ്റ്റമർ ഒരു ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഈ സ്കില്ല് നമുക്ക് വേണം. കസ്റ്റമറുടെ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യാനും കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനും സെയിൽസിനെ ബൂസ്റ്റ് ചെയ്ത് ബിസിനസിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ സ്കിൽസ് സെയിൽസ്മാന് ആവശ്യമാണ്. ആൻഡ് മൂവിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, എസെൻഷ്യൽ സ്കിൽസ് ഫോർ സെയിൽസ് പീപ്പിൾ. സെയിൽസ് നടത്തുന്ന അല്ലെങ്കിൽ സെയിൽസ്മാന് വേണ്ട സ്കില്ലുകളാണ് 16 സ്കില്ലാണുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് പ്രോസ്പെക്ട് എഡ്യൂക്കേഷൻ. പ്രോസ്പെക്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ട് ആരാണ്? ഹു ഇസ് ഗോയിങ് ടു ബി അവർ കസ്റ്റമർ ഇൻ ഫ്യൂച്ചർ. വി തിങ്ക് ദാറ്റ് ദേ വിൽ ബി അവർ കസ്റ്റമർ ഇൻ ഫ്യൂച്ചർ. നമ്മുടെ കസ്റ്റമർ ആയിരിക്കും, ആവുമായിരിക്കും ഭാവിയിൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരാണ് പ്രോസ്പെക്ട്. അപ്പൊ ഈ പ്രോസ്പെക്ട് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് പ്രോസ്പെക്ട് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റിനെ പഠിപ്പിച്ചു കൊടുക്കുക കസ്റ്റമർക്ക്. ദാറ്റ് ഈസ് പ്രോസ്പെക്ട് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ ഇസ് കൊളാബറേഷൻ ആണ്. കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസ്പെക്ട്സിന് ഒരുപാട്, അതായത് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു വോണ്ട് ഉണ്ടായിരിക്കും. ആ വോണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. കൊളാബറേഷൻ മീൻസ് കൊളാബറേഷൻ ബിറ്റ്വീൻ പ്രോസ്പെക്ട് ആൻഡ് സെയിൽസ്മാനും പ്രോസ്പെക്റ്റും തമ്മിൽ ഒരു കൊളാബറേഷൻ, ഒരു യോജിപ്പ് ഉണ്ടായിരിക്കണം. ആ യോജിപ്പ് വേണമെങ്കിൽ എന്ത് വേണം? കസ്റ്റമറിന് ഒരു വാണ്ടും നീഡ് ഉണ്ടായിരിക്കണം. ആ വോണ്ടും നീഡും സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വോൺസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? സെയിൽസ്മാന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ അത് പറയാൻ അവർക്ക് സാധിക്കണം. അതാണ് കൊളാബറേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡെമോൺസ്ട്രേഷൻ. ഈ പേഴ്സണൽ സെല്ലിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ സെയിൽസ്മാൻ കസ്റ്റമറിനെ ബോധിപ്പിക്കണം. നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ അതിന് നിങ്ങൾ ചിലവാക്കുന്ന പൈസ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. പകരം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കണം? സെയിൽസ്മാന് സാധിക്കണം. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയത് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുത്തത് കൊണ്ട് കസ്റ്റമറിന് എപ്പോഴും നല്ലതേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഇന്ന റിട്ടേൺ ഉണ്ട്. ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് 100 റുപ്പീസ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ മോർ ദാൻ 100 റുപ്പീസ് എന്നുള്ളത് അവരെ ബോധിപ്പിക്കാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് പോയിന്റ് ലിസണിങ് സ്കിൽസ് ആണ്. ലിസണിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽസിൽ മാത്രമല്ല എല്ലായിടത്തും നമുക്ക് എന്തുണ്ടാവണം? ലിസണിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. എന്താണ് പ്രോസ്പെക്റ്റ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം, അതനുസരിച്ച് നമ്മൾ മറുപടി പറയണം. നെക്സ്റ്റ് വൺ ഇസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ്. ദർ വിൽ ബി എ പ്രോബ്ലം ഫോർ അവർ കസ്റ്റമർ. അവർക്കൊരു ആവശ്യം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് കസ്റ്റമറിന് സെയിൽസ്മാന് സാധിക്കണം. അപ്പൊ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതല്ല, അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പർച്ചേസിംഗ് പ്രോസസ്. സെയിൽസ്മാന് കൃത്യമായിട്ട് അറിയണം നമ്മൾ ഒരു സെയിൽസ് നടത്തണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സിലൂടെ കസ്റ്റമർ പോകണം. അപ്പൊ ആ പ്രോസസ്സ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് ആണ്, സർവീസ് ആണ് എടുക്കുന്നതെങ്കിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള ഒരു സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ബാങ്ക് എംപ്ലോയി വരുന്ന ആ സെയിൽസ്മാൻ ആയിട്ട് വരുന്ന ആൾക്ക് അറിയണം കസ്റ്റമറുടെ ഫോട്ടോ ആവശ്യമുണ്ട്, കസ്റ്റമറുടെ ആധാർ ആവശ്യമുണ്ട്, കസ്റ്റമറുടെ പാൻ കാർഡ് ആവശ്യമുണ്ട്. ഇതൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ബാങ്കിൽ കൊടുത്തതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഇത് അറിഞ്ഞാലേ ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ? കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കസ്റ്റമറിനോട് പറയണം ഇതൊക്കെ ഇന്നൊക്കെ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് അത് കളക്ട് ചെയ്ത് ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യിപ്പിച്ച് ഇതിന്റെയൊക്കെ കോപ്പി വാങ്ങിച്ച് നമ്മൾ ബാങ്കിൽ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കണം. സോ ഈ പ്രോസസ്സ് സെയിൽസ്മാൻ അറിയണം. അത് കറക്റ്റ് ആയിട്ട് ആരോട് പറഞ്ഞു കൊടുക്കണം? കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കണം.
നെക്സ്റ്റ് വൺ ഇസ് ഇന്റർപേഴ്സണൽ സ്കിൽ. മറ്റുള്ളവരോട് ഇടപഴകാനായിട്ട് സാധിക്കണം. കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ആവില്ല, പല കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരോടൊക്കെ ഇൻഡിവിജ്വലി പോയി കണ്ട് സംസാരിച്ച് നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് വൺ പെർsuasion സ്കില്ലാണ്. ഈ സ്കില്ലിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ നിർബന്ധിക്കല്ല, സോറി, പ്രേരിപ്പിക്കുകയാണ്. വി ആർ ഇൻസ്പയറിംഗ് someone to buy our product or service. You should buy our product because it has these features അല്ലെങ്കിൽ these qualities അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് പോലും അറിയാതെ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കണം. അതാണ് ഈ സ്കില്ലിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യനിങ് സ്കില്ലാണ്. ക്വസ്റ്റ്യനിങ് സ്കില്ല് എപ്പോഴും ഒരു കസ്റ്റമറിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ കുറേ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സാർ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വി ആർ ആസ്കിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ആളോട് ചോദിക്കുകയാണ്, സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർവീസിന്റെ ആവശ്യകത വരുന്നില്ലേ ഭാവിയിൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ട് ബിസിനസ് പിടിക്കണം. എന്നാലേ നമുക്ക് ആ കസ്റ്റമറിന്റെ മനസ്സിലൊരു ഇടം കിട്ടുള്ളൂ. ഒരുപാട് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് അത്രയധികം ആൾക്കാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇഫ് യു ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആൻഡ് ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ വി ആർ നാവിഗേറ്റിംഗ് ദ സെയിൽസ്, അങ്ങനെ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ സെയിൽസ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ടൈം മാനേജ്മെന്റ് സ്കില്ലാണ്. ടൈം മാനേജ്മെന്റ് സ്കില്ലിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ ഹി വിൽ ബി എവറി ടൈം വർക്കിംഗ്. ഓക്കെ, ഒരു സാധാരണ ഒരു ജോലിനെ അപേക്ഷിച്ച് ഇവർക്ക് ഹോളിഡേയ്സോ അതല്ലെങ്കിൽ ഫ്രീ ടൈമോ ഒന്നുമില്ല. എവറി ടൈം ദേ ആർ ഇൻ വർക്ക്, സെയിൽസ്മാനെ സംബന്ധിച്ച്. അപ്പോൾ അവർ എപ്പോഴും കോളിൽ അല്ലെങ്കിൽ മെസ്സേജസിൽ മീറ്റിംഗ്സിലൊക്കെ ആയിരിക്കും. സോ എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. എല്ലാ കസ്റ്റമേഴ്സിന്റെയും നീഡ്സും വാൻസും ഫുൾഫിൽ ചെയ്യാനും അവർക്ക് സാധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്പെക്ടിങ് സ്കില്ലാണ്. പ്രോസ്പെക്ടിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്വാളിഫൈഡ് പ്രോസ്പെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ആരൊക്കെ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ആവാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് പ്രോസ്പെക്ടിങ് സ്കിൽസ്. അപ്പോൾ ഇറ്റ് ഈസ് വിച്ച് മീൻസ് ഐഡന്റിഫൈങ് ക്വാളിഫൈഡ് പ്രോസ്പെക്ട്സ്. നെക്സ്റ്റ് വൺ സോഷ്യൽ സെല്ലിംഗ് ആണ്. സോഷ്യൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് സെല്ലിംഗ് നടത്തുന്നതിനെയാണ് സോഷ്യൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതല്ലാതെ സൊസൈറ്റിയുടെ കാര്യങ്ങളല്ല. സോഷ്യൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയാസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം. ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇങ്ങനെയുള്ള മീഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് അത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അറിയണം. അതുവഴി ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ എത്തിക്കാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോറി ടെല്ലിംഗ്. ഏതൊരു ഏരിയയിലും വർക്ക് ആവുന്ന ഒരു സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ കഥ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിലേക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ ഇറങ്ങും. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് മനസ്സിന് പോവാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്കില്ല് സെയിൽസ്മാന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ബിസിനസ് അക്യുമാൻ സ്കിൽ എന്നാണ്. ഈ സ്കില്ലിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നേരം നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് കസ്റ്റമേഴ്സിനാണ്. ഇവിടുത്തെ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ബിസിനസ് ഓണർ ആണ്. അപ്പൊ ബിസിനസ് ഓണേഴ്സിന്, അതായത് വലിയ വലിയ ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഇൻഷുറൻസ് വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മളൊരു കമ്പനിക്കാണ് കൊടുക്കുന്നത്. ലൈക്ക് ദാറ്റ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ ബിസിനസ് ഓണേഴ്സിന് ബിസിനസ് കൊടുക്കാനായിട്ട്, അതായത് ബിസിനസ് ഓണേഴ്സിന്റെ അടുത്ത് സെയിൽസ് നടത്താനുള്ള ഒരു സ്കില്ലും കൂടെ സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ ഒരു സെയിൽസ്മാന് ചെയ്യേണ്ടതായിട്ടുണ്ട്. മീറ്റിംഗ്സ് വേണം, കോൾസ് കൊടുക്കണം, റിമൈൻഡർ കൊടുക്കണം, അതുപോലെ തന്നെ ക്ലയന്റിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യണം. അതായത് അവര് എപ്പോൾ പൈസ അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യണം എന്നർത്ഥം. നെക്സ്റ്റ് വൺ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ആര് ഇമ്പോർട്ടൻസ് കൊടുക്കണം? സെയിൽസ്മാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കസ്റ്റമറിന്റെ പ്രിഫറൻസ്, ബഡ്ജറ്റ്, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ആവശ്യം, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അറ്റൻഷൻ കൊടുത്ത്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഈവൻ നമ്മൾ ഇഗ്നോർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടെ ഒരു സ്ട്രെസ് കൊടുത്ത് നമ്മൾ ഓരോ ആൾക്കാരെ
അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കണം സെയിൽസ്മാൻ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ലാസ്റ്റത്തെ പോയിന്റ്. അപ്പോൾ ദീസ് ആർ ദ സ്കിൽസ് വിച്ച് ആർ വെരി എസെൻഷ്യൽ ടു എ സെയിൽസ് പേഴ്സൺ. അപ്പോൾ ഈ 16 സ്കിൽസ് നിങ്ങൾ പഠിക്കണം. And you will be having a test paper on these skills. So study well. Thank you.